الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم. വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ മുഴുവൻ മേഖലയിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും എല്ലാം ധാരാളമായി നമ്മിൽ വർഷിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് തഖ്വയോടുകൂടി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖലമിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഓതിവെച്ചത്. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായും കാത്തുസൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സൽ സ്വഭാവമെന്ന്. അത് ഏറ്റവും നല്ല മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ, തീർച്ചയായും താങ്കൾ അത്യുന്നതമായ മഹത്തായ സ്വഭാവത്തിൽ തന്നെയാകുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയാം. നൂൻ വൽ ഖലം വമാ യസ്തുറൂൻ എന്ന് 3 കാര്യം വെച്ച് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ, താങ്കൾ സൽ സ്വഭാവത്തിന്റെ ഉടമ തന്നെയാണ്. എല്ലാ നല്ല ശീലങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും സൽ സ്വഭാവമാണ് എന്ന് പോലും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് മീസാനിൽ ഏറ്റവും അധികം ഭാരമേറുന്ന കാര്യമായി പഠിപ്പിക്കപ്പെട്ടതും ഖുലുഖുൻ ഹസൻ, നല്ല സ്വഭാവങ്ങൾ എന്നാണ് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഏതെല്ലാം സൽ സ്വഭാവങ്ങളുണ്ടോ അതിന്റെ എല്ലാം പൂർത്തീകരണമാണ്, മകുടോദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഏറ്റവും നല്ല സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടു തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മകാരിമുൽ അഖ്ലാഖ് എന്ന് പറയാവുന്ന സൽ സ്വഭാവങ്ങളിൽ വിശേഷിപ്പിക്കാവുന്ന എന്തെല്ലാമുണ്ടോ അതിന് എല്ലാം പൂർത്തീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷമ, അതുപോലെ വിട്ടുവീഴ്ച, മാപ്പ് നൽകൽ, സാവകാശം കാണിക്കൽ, നീതി പാലിക്കൽ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, കാരുണ്യം, വാത്സല്യം, അതുപോലെ പ്രസന്നമായ മുഖത്തോടെ ആളുകളെ സമീപിക്കൽ, നല്ല സംസാരങ്ങൾ, ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കൽ, ആളുകളുടെ ക്ഷേമ കാര്യങ്ങളിൽ ഇടപെടൽ തുടങ്ങി വലിയവരെ ആദരിക്കൽ, ചെറിയോട് കരുണ കാണിക്കൽ, കുടുംബബന്ധം ചേർക്കൽ, അയൽപ്പക്ക മര്യാദകൾ, സത്യസന്ധത തുടങ്ങി ഏതെല്ലാം നല്ല ശീലങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടാനുണ്ട് അതിന്റെ മുഴുവനും പൂർത്തീകരണം മകാരിമൽ അഖ്ലാഖ്. ഏറ്റവും നല്ല സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഏത് മേഖല എടുത്താലും പ്രവാചകരുടെ മാതൃക നമുക്കവിടെ കാണാൻ സാധിക്കും. നബിതങ്ങളുടെ ഔദാര്യമാണെങ്കിൽ, അവിടുത്തെ ദാനധർമ്മങ്ങളാണെങ്കിൽ പറയേണ്ടതില്ല. കാന അജ്വദൻ നാസ്, ജനങ്ങൾ ഏറ്റവും വലിയ ധർമ്മിട്ടൻ പ്രവാചകനായിരുന്നുവെന്നാണല്ലോ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അന്ന് മദീനയിൽ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ ധർമ്മിട്ടനാര്, ഔദാര്യവാനാര് എന്ന ചോദ്യത്തിന് പ്രവാചകരുടെ പേരാണ് അവിടെ പരാമർശിക്കപ്പെടുക. കാന അജ്വദൻ നാസ്, ഏറ്റവും വലിയ ധർമ്മം ചെയ്യുന്നവൻ പ്രവാചകനായിരുന്നുവെന്ന് സ്വഹാബിമാർ നബിയെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. കാരുണ്യമാണെങ്കിൽ നബിതങ്ങളെക്കാളേറെ റഹ്മത്തുള്ള, അവിടത്തേക്കാളേറെ കാരുണ്യം കാണിക്കുന്ന ഒരാളുമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നബിയെ താങ്കൾ അവരോട് മാർദ്ദവമായി പെരുമാറുന്നത്, വാത്സല്യത്തോടെ കാരുണ്യത്തോടെ പെരുമാറുന്നത് റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. മാത്രമല്ല, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അഅ്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഊഫാണ്, റഹീമാണ്, വാത്സല്യമുള്ളവനാണ്, അങ്ങേയറ്റം കാരുണ്യവാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നബികളെ പറ്റി എടുത്തു പറയുന്നുണ്ട്. അതുപോലെ നബിതങ്ങൾ വിവേകവും നബികളെ വിട്ടുവീഴ്ചയും ഒക്കെ ധാരാളമായ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന, ഇങ്ങോട്ട് അതിക്രമം കാണിക്കുന്ന ആളുകളോട് പോലും ഏറ്റവും മാന്യമായി പെരുമാറുന്ന, അവർക്കെല്ലാം മാപ്പ് നൽകുന്ന, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ധാരാളമായി പ്രാർത്ഥിച്ചതാണ് നമ്മൾ കഴിഞ്ഞ റമദാൻ മാസത്തിൽ. അത് കേവലമായ പ്രാർത്ഥന മാത്രമായിക്കൂടാ എന്നർത്ഥം. അത് ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. മാപ്പ് നൽകേണ്ട ഘട്ടങ്ങളിലാണ് മാപ്പ് നൽകേണ്ടത്. അല്ലാത്ത അങ്ങോട്ട് പ്രതിരോധം ചെയ്യാൻ കഴിയാത്ത, പ്രതികാരം ചെയ്യാൻ കഴിയാത്ത രംഗത്ത് മാപ്പിന് പ്രസക്തിയില്ല. മാപ്പ് ചെയ്യാൻ കഴിയുന്നിടത്ത്, വേണമെങ്കിൽ തിരിച്ചു ചെയ്യാൻ കഴിയുന്നിടത്ത് മാപ്പ് നൽകാൻ, ആ അഫ്വ്, അതാണ് വിട്ടുവീഴ്ച, അതാണ് മാപ്പ്. അത് നബിതങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി കാണാൻ കഴിയും. ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മോശമായി പെരുമാറിയ, അങ്ങേയറ്റം നിസ്സാരമാക്കി സംസാരിക്കുന്ന ആളുകളോട് പോലും പ്രവാചകർ വിട്ടുവീഴ്ച ചെയ്ത, മാപ്പ് നൽകിയ ധാരാളം സംഭവങ്ങൾ പ്രവാചക ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ഏത് രംഗത്തും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകരിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറ അഹ്സാബിൽ എടുത്തു പറഞ്ഞുവെങ്കിൽ ആ മാതൃകയാണ് നമ്മളും ജീവിതത്തിൽ പാലിക്കാൻ ശീലിക്കേണ്ടത്. റമദാൻ മാസം ഒരു മാസം ഒന്നാകെ നമ്മൾ പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ചുവെങ്കിൽ അത് കഴിഞ്ഞ് ശവ്വാലേക്ക് കടന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നല്ല ശീലങ്ങൾ, നല്ല സ്വഭാവങ്ങൾ അത് ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആളുകളുമായി ഇടപഴകുന്നിടത്ത്, കുടുംബ സംവിധാനങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, സാമ്പത്തിക മേഖലകൾ, എല്ലാ രംഗത്തും ഏറ്റവും നല്ല സൽ സ്വഭാവത്തിന്റെ, ഏറ്റവും നല്ല ശീലങ്ങളുടെ ഉടമയായി മാറാനാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള എന്തെല്ലാം പരിശ്രമങ്ങൾ നിർവഹിക്കേണ്ടതല്ലോ അതൊക്കെ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രംഗത്തും നമുക്ക്
മാതൃകയുണ്ട് എന്നത് അതൊരു കേവലം ഒരു ഭംഗിവാക്കല്ല. ആ മാതൃക പഠിക്കാനും അന്വേഷിക്കാനും പകർത്താനും പരിശ്രമിക്കുകയും ജീവിതത്തെ ഏത് രംഗത്തും എന്റെ മാതൃക, എന്റെ റോൾ മോഡൽ, എന്റെ പ്രവാചകനാണ് എന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ നല്ല ശീലങ്ങളുടെയും നല്ല സ്വഭാവങ്ങളുടെയും ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കും. ഏത് രംഗത്തും നബിയുടെ മാതൃക സ്വീകരിക്കുക. പല ഘട്ടത്തിൽ സ്വഹാബിമാരെ പലരും തെറ്റായ രീതിയിൽ പ്രതികരിക്കുമ്പോൾ പോലും നബി തങ്ങൾ ചോദിച്ച ചോദ്യം കാണാം, നിനക്ക് എന്നിൽ മാതൃകയില്ലേ? അമാലക ഫിയ ഉസ്വ, എന്റെ കാര്യത്തിൽ എന്റെ ജീവിതത്തിലേക്ക് ഒരു മാതൃകയില്ലേ? ആ മാതൃക എന്ത് നിനക്ക് സ്വീകരിച്ചുകൂടാ എന്ന് നബി തങ്ങൾ ചോദിച്ച വ്യത്യസ്തമായ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഉസ്വത്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എല്ലാ തോന്നിവാസങ്ങളും എല്ലാ തിന്മകളും എല്ലാ തരത്തിലുള്ള മോശമായ സ്വഭാവങ്ങളും ഒന്നിനും ഒന്നായി കുലങ്ങുത്തി വരുന്ന ഈ കാലഘട്ടങ്ങളിലും നമുക്ക് ആവശ്യം നബിതങ്ങളുടെ മാതൃക തന്നെയാണ്. നബിയെ താങ്കൾ ഏറ്റവും ഉന്നതമായ ഉത്തമമായ സ്വഭാവത്തിലാണ് എന്ന ഖുർആന്റെ സാക്ഷ്യം മതി നമുക്ക്. ആ സ്വഭാവത്തിനുടമകളാണ് സ്വർഗാവകാശമായി മാറുക. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ. ഖുർആൻ എടുത്തു പറഞ്ഞു, പാരത്രികമായ ഭവനം, സ്വർഗീയമായ ഭവനം നാം നിശ്ചയിക്കുക. ഇല്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി, ഭൂമിയിൽ ഔന്നത്യം ആഗ്രഹിക്കാത്ത, വലാ ഫസാദ, ഫസാദ് ആഗ്രഹിക്കാത്ത, കുഴപ്പമുണ്ടാക്കണം, പ്രശ്നമുണ്ടാക്കണം, എല്ലാത്തിനേക്കാളും മീതെ കയറി നിൽക്കണം, എല്ലാവരെയും ചവിട്ടിവധിക്കണം, ഞാനാവണം മീതെ എന്ന ആ ഔന്നത്യം ആഗ്രഹിക്കാത്ത, ഫസാദ് ആഗ്രഹിക്കാത്ത, താഴ്മയുള്ള വിനയമുള്ള ആളുകൾക്കാണ് ആ പരത്രികമായ ഭവനം നാം നിശ്ചയിക്കുക എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം മുഖവിലേക്കെടുക്കുക. അങ്ങനെ എല്ലാ നല്ല ശീലങ്ങളും ഉൾക്കൊള്ളുന്ന ലക്ഷണമൊത്ത മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാട് മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് പൊതുവെ ഉള്ളത്. രണ്ടുതരം തിരിച്ചറിവുകൾ ഈ രംഗത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇതൊന്നും നമ്മെ ബാധിക്കുന്നതേ അല്ല, നമുക്കത് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന അരാഷ്ട്രീയവാദം ഏതായിരുന്നാലും ശരിയല്ല. ജീവിക്കുന്ന നാടും നാടിന്റെ സ്പന്ദനങ്ങളും ആ നാടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമെല്ലാം കാര്യമായ റോള് നിർവഹിക്കാനുള്ളവർ തന്നെയാണ് നമ്മളെല്ലാവരും. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തെരഞ്ഞെടുപ്പുകൾ. ഓരോ പൗരനും കൃത്യമായ ഒരു പങ്ക് അവിടെ നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് ദൗത്യം മനസ്സിലാക്കി തന്നെ അത് ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം മറുഭാഗത്ത് രാഷ്ട്രീയത്തിൽ എന്തുമാകാമെന്ന രൂപത്തിലാണ് പൊതുവെ ഇന്ന് കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്തും ഏതും വിളിച്ചു പറയുന്ന, എല്ലാ കളവുകളും എല്ലാ അനാവശ്യങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് പൊതുവെ രാഷ്ട്രീയ മേഖലകൾ മാറുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ നമുക്ക് നമ്മുടെ ഭാഗം സംരക്ഷിക്കാൻ തീർച്ചയായും സാധിക്കേണ്ടതുണ്ട്. അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ഹറാമുകൾ തന്നെയാണ്. ഒരിക്കലും അനാവശ്യമായ ഇടപെടലുകൾ, അവരിനെ മോശമാക്കുന്ന, അവരിനെ ഇല്ലാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞു ആ നിലക്ക് ഒരാളെ ഇടിച്ചു താഴ്ത്തുന്ന ശൈലികൾ ശരിയല്ല. പ്രചാരണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും, അതിന് ആവേശമുണ്ടാകും, അത് ആവശ്യവുമാണ്, വേണ്ട എന്നല്ല. പക്ഷെ അവിടെയൊക്കെ വിശ്വാസികളുടെ നിലക്ക് പാലിക്കേണ്ട മര്യാദകൾ
നാം അവിടെയും പാലിക്കേണ്ടതുണ്ട്. ഇത് ഭൗതികമായ ചില സംവിധാനങ്ങൾ മാത്രമാണ്. നമ്മെ സംബന്ധിച്ച് ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്നത് പാരത്രികമായ വിജയമാണ്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേട്ടം ദുനിയാവിൽ നേടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതേസമയം നാട് മൊത്തം തകർക്കാൻ ശ്രമിക്കുന്ന, ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, രാജ്യം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള കക്ഷികൾക്ക്, ആളുകൾക്ക് നമ്മളെ കൊണ്ട് യാതൊരു സപ്പോർട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന തിരിച്ചറിവും അനിവാര്യമായും ഉണ്ടാവേണ്ടതുണ്ട്. രാജ്യത്തെ നിർഭയത്വവും രാജ്യത്തെ സമാധാനവുമെല്ലാം നിലനിൽക്കണം. നമ്മുടെ നാട് ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും പോകുന്ന ഒരു നാടാണ് നമ്മുടെ ഈ നാട് എന്നുള്ളത്. അവിടെ ആ ഒരു ഐക്യവും ആ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന കക്ഷികൾ ആരാണെങ്കിലും അവരെ ഒറ്റപ്പെടുത്താനായിരിക്കണം നമ്മുടെ വോട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ധ്രുവീകരണമുണ്ടാക്കുന്ന, വർഗീയതയുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു കക്ഷി, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ, അടിച്ചമർത്താൻ ശ്രമിക്കുന്ന, മതത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന കക്ഷികളെല്ലാം തിരിച്ചറിയുകയും ഈ രാജ്യത്തിന്റെ പൈതൃകവും അതിന്റെ പാരമ്പര്യവും നിലനിർത്താനും കാത്തു സൂക്ഷിക്കാനും സാധിക്കുന്ന, അതിന് ബോധ്യമുള്ള ആരാണോ അവരെ കണ്ട് ആ നിലക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ കൂടി ഭദ്രമാക്കുന്ന രൂപത്തിലാവണം ഈ നിലക്കുള്ള സമ്മതിദാവകാശങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ആ നിലക്ക് എല്ലാ നന്മകളും എല്ലാ ക്വാളിറ്റികളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പുനഃസ്ഥാപനത്തിൽ പങ്കാളിയാവുകയാണ് എന്ന തിരിച്ചറിവാണ് ആ രംഗത്തുണ്ടാവുക. കേവലം ഒരു പാർട്ടി താല്പര്യമല്ല, കേവലം ഒരു വോട്ട് മാത്രമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഓരോ തെരഞ്ഞെടുപ്പുകൾക്കും പ്രാധാന്യം വർദ്ധിക്കുകയാണ്. നാട്ടിലെ ഓരോ സാഹചര്യങ്ങളും നാൾക്ക് നാളെന്നോണം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് അവിശുദ്ധമായ ബന്ധങ്ങളും എവിടെയും ആരുമുണ്ടാക്കുമെന്ന നേരത്തേക്കാണ് കാര്യങ്ങൾ മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അവിടെയൊക്കെ ബോധപൂർവ്വം ഇടപെട്ടില്ല എങ്കിൽ നാടൊന്നാകെ തകർന്നും തരിപ്പണമാകുമ്പോൾ പിന്നെ നമുക്ക് മാത്രം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ആ തിരിച്ചറിവുകൾ എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം മേഖലകളിൽ നമ്മളെ കഴിയുന്ന ഇടപെടലുകൾ നടത്തി തന്നെയാണ് ഓരോ പൗരനും മുന്നോട്ട് പോവേണ്ടത്. അല്ലാതെ എനിക്കൊന്നും ബാധകമല്ല, ഞാനൊന്നുമില്ല, രാഷ്ട്രീയമെല്ലാം വളരെ നാശായിപ്പോയി, ഇതൊന്നും എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് പള്ളിയിൽ കൂടി നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാമെന്ന് പറയുന്ന ആ രീതിയല്ല അഭികാമ്യമായിട്ടുള്ളത്. അത് ഉണ്ടാകുന്ന സന്ദർഭം ഉണ്ടായേക്കാം, അതാകുമ്പോ അപ്പം നോക്കാം. എന്നാൽ മൊത്തത്തിൽ പൊതുവെ പറയുമ്പോൾ ആളുകളുമായി ഇടകലർന്ന് ജീവിക്കുകയും ആളുകളുടെ ഭാഗത്തുനിന്നാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ക്ഷമിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസി അവനാണ് ഖൈറായവൻ മിനൽ മുഅ്മിൻ അല്ലദീ ലാ യുഖാലിഫു നാസ്. ജനങ്ങളുമായി ഇടപഴകാതെ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ, അത് ക്ഷമിക്കേണ്ടി വരാതെ കഴിയുന്നവനേക്കാളും ഖൈറായവൻ ജനങ്ങളുമായി ഇടപെടുകി ആളുകൾക്കിടയിൽ ജീവിക്കുന്നവനാണ് എന്ന പ്രവാചക വചനം നമുക്ക് ആ രംഗത്ത് ഒരു മാതൃകയായി മാറേണ്ടതുണ്ട്. ആ നിലയ്ക്ക് എല്ലാ രംഗത്തുമുള്ള ഉത്തരവാദിത്തങ്ങളെ പോലെ തന്നെ ജീവിക്കുന്ന നാടിന്റെ സ്ഥാപനത്തിൽ, അതിന്റെ സംരക്ഷണത്തിൽ, അതിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായിക്കൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന, രാജ്യത്തിന്റെ നിർമ്മാണാത്മകമായ പ്രവർത്തന ഭാഗമാക്കാവുന്ന ബോധമുള്ള ഒരു പൗരനായി കൂടി ജീവിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഈ നാട് തകർന്നുകൂടാ, ഈ നിർഭയത്വം ഇല്ലാതായിക്കൂടാ, ഈ സമാധാനാന്തരീക്ഷം ഇല്ലാതായിക്കൂടാ. പല രാജ്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അത്തരം വല്ലാത്ത വേദനാജനകമായ വാർത്തകൾ നമ്മളൊക്കെ കാണുന്നുണ്ട്. അത് ആ ഒരു അവസ്ഥയിലേക്ക് ഈ നാട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്ന തിരിച്ചറിവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയുമെല്ലാം ഉണ്ടാകണമെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഏതായാലും എല്ലാ രംഗത്തും ബാധ്യതകൾ മനസ്സിലാക്കി, ഉത്തരവാദിത്തം മനസ്സിലാക്കി നിർവഹിക്കാൻ ശ്രമിക്കുന്നവരായി മാറാനാണ് നാം പരിശ്രമിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.